എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പ്രത്യേകിച്ച് വരാൻ കാരണം ആ ബുക്ക് തന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ട്രോഫി മാത്രമാണ് തരാറ്, എനിക്ക് കിട്ടിയ ബുക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ അതിന് ഈ പരസ്പര കുടുംബത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു നിരഞ്ജന. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഈ ചടങ്ങിന് ശേഷം, അതായത് ഔപചാരികമായ സമാപനത്തിന് ശേഷം ചായ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും പോകാൻ പാടുള്ളൂ. ജയപ്രകാശ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ പരസ്പരം ഗ്രൂപ്പ് അതിൻ്റെ ജൈത്യയാത്ര തുടരുകയാണ്. അതിന് നായകത്വം വഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. ഇത്തവണത്തെ അനുമോദനത്തിൽ മുഹമ്മദ് അലി മാഷുടെ മോട്ടിവേഷൻ സ്പീച്ച് കൂടി ഉൾപ്പെടുത്തി. അതുപോലെ ഉദ്ഘാടകനായി നമ്മുടെ ബഹുമാനായ ഹെഡ് മാസ്റ്റർ മനോജ് മാഷെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷണം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടുന്ന് അറിയാൻ പറ്റി നല്ലൊരു ഭാഷണമാണ് നടത്തിയിട്ടുള്ളതെന്ന്. അങ്ങനെ അനുമോദനത്തിൻ്റെ കൂടെ ഒരു മോട്ടിവേഷൻ സ്പീച്ചും കൂടി സംഘടിപ്പിച്ച് പരസ്പരം അതിൻ്റെ മാസ്മരികത ഒന്നുകൂടി നമ്മെ അറിയിക്കുകയാണ്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിച്ചത്. നല്ല ഉപദേശങ്ങൾ ലഭിച്ചു, നല്ല നിർദ്ദേശങ്ങൾ ലഭിച്ചു. തീർച്ചയായും നിങ്ങൾ അതിനനുസരിച്ച് ഉയരണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അക്കാദമിക് പരമായി ഭൗതികപരമായി ഉയരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകാനും ശ്രമിക്കണം. എല്ലാം നേടി മനുഷ്യത്വമില്ലെങ്കിൽ ആ നേട്ടത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വിനയം കൈമുതലാക്കണം, ബഹുമാനം കൈമുതലാക്കണം, സ്നേഹം അത് ഹൃദയത്തിൽ ഉണ്ടാവണം, അത് പുറമേക്ക് ഒഴുക്കണം. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ അന്യം നിന്ന് പോവുകയാണ് സ്നേഹവും സമാധാനവും അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ. ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഇത് UP സ്കൂളിൽ ഏതോ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായ ഒരു കഥയാണ്. ചൈത്രനും മൈത്രനും എന്നാണ് ആ കഥയുടെ പേര്. ഒരു ഗുരുവിൻ്റെ 2 ശിഷ്യന്മാരായിരുന്നു ചൈത്രനും മൈത്രനും. ചൈത്രൻ വളരെ നല്ല കുട്ടിയും മൈത്രൻ കുറച്ച് മോശ സ്വഭാവമൊക്കെയുള്ള കുട്ടിയായിരുന്നു. ഒരു ദിവസം പക്ഷേ മൈത്രൻ്റെ ദോഷങ്ങൾ മൈത്രന് അറിയില്ലായിരുന്നു. അത് ഈ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. ആർക്കും അവരവരുടെ ദോഷം മനസ്സിലാക്കാൻ പറ്റില്ല, അന്യൻ്റെ ദോഷം മാത്രമേ കാണാൻ പറ്റൂ. അതുപോലെ മൈത്രൻ്റെ ദോഷം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അവനെ എല്ലാവരും വെറുക്കുന്നതിൻ്റെ കാരണം അവൻ ഗുരുനാഥനോട് ചോദിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ അത് നിന്നോട് പിന്നീട് നിനക്ക് ഞാൻ തെളിയിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഗുരു ചൈത്രനും മൈത്രനും തുല്യ നാണയം കൊടുത്തിട്ട് പറഞ്ഞു, ഈ നാണയം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുറി നിറയ്ക്കണം. അതനുസരിച്ച് രണ്ടുപേരുടെയും മുറി നിറച്ചു. ആദ്യം തന്നെ ഗുരു പോയത് മൈത്രൻ്റെ മുറിയിലായിരുന്നു. അവിടെ ആ മുറി മുഴുവൻ ഒരു ഹോട്ടലിലെ മാലിന്യം, വേസ്റ്റായിട്ടുള്ള മാലിന്യം മുഴുവൻ നിറച്ചിട്ടുണ്ടായിരുന്നു. ആ മുറി തുറക്കുമ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചു. അപ്പോൾ മൈത്രനോട് ചോദിച്ചു, ഇതെന്താ? അന്നേരം പറഞ്ഞു, ആ പൈസക്ക് എനിക്ക് മുറി നിറയ്ക്കാൻ മാത്രം കിട്ടിയത് ഹോട്ടലിലെ മാലിന്യം മാത്രമായിരുന്നു. മറ്റൊരു വസ്തു കൊണ്ട് എനിക്ക് മുറി മുഴുവൻ നിറക്കാമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് എന്ന്. ശരി, വരൂ നമുക്ക് ചൈത്രൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മൈത്രനെയും കൂട്ടി ഗുരു ചൈത്രൻ്റെ വീട്ടിലേക്ക് പോയി. ചൈത്രൻ്റെ മുറി തുറക്കുമ്പോൾ അവിടെ അതിൽ നിന്നും ചന്ദനത്തിരിയുടെയും മറ്റുമുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയും മണമായിരുന്നു പുറത്തു വന്നത്, സുഗന്ധമായിരുന്നു പുറത്തു വന്നത്. അതുകൂടാതെ അവിടെ ഒരു വിളക്കും കത്തിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഗുരു മൈത്രൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മൈത്രൻ ചോദിക്കുകയായിരുന്നു, ഈ മുറി നിറഞ്ഞിട്ടില്ലല്ലോ ഗുരു. അപ്പോൾ ഗുരു പറഞ്ഞു,
മൈത്ര, ഈ മുറി മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ സംശയത്തിനുള്ള മറുപടി ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും മൈത്രന് മാനസാന്തരം വന്നു എന്നാണ് ആ കഥയുടെ അവസാനം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളും മനസ്സിൽ നിങ്ങൾക്ക് മനോമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീക്കി നിങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം, സമാധാനത്തിൻ്റെ വെളിച്ചം നിറയ്ക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ തലമുറയും നിങ്ങളും നന്നാവണം, നിങ്ങളുടെ പിൻതലമുറക്കാരും നന്നാവണം. അതിന് തീർച്ചയായും ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉപയോഗപ്പെടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ജയപ്രകാശ്.